ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഹെയറിൻ്റെ ഭാഗം വരയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ ബാക്കി ആ ഡ്രസ്സും ആ ഒരു കൈയുടെ ഭാഗങ്ങളൊക്കെ വരച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇതിന് മുമ്പത്തെ പാർട്ടുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കിയോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക. അപ്പം ഈ ഒരു പാർട്ടിൽ ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വരച്ച് പോവുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെറിയ പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് വോയിസ് അത്ര ക്ലിയർ ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാനും ഒക്കെ കുറച്ച് ലേറ്റായി പോകുന്നത് അതുകൊണ്ടൊക്കെയാണ്. ഇടയ്ക്ക് ചെയ്ത ഡ്രോയിങ്സ് എല്ലാം തന്നെ സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് ഡൗൺ ആണ്. അപ്പം ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ആരോ ചിഹ്നം എല്ലാം താഴേക്കാണ്, ഡൗൺ ആണ്. അപ്പം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ വീഡിയോസൊക്കെ ഡെഡാണ്. ഇനി അതിലൊന്നും റീച്ച് വരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡ്രോയിങ്സ് നമ്മൾ ചെയ്തിട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റീച്ച് ഈ രീതി കാണുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് പിന്നീട് ഡ്രോയിങ്സ് ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുണ്ടാവില്ല, അല്ലെങ്കിൽ മടുപ്പായിരിക്കും. അപ്പം ഒരുപാട് പേര് ഈ പറഞ്ഞ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് മിക്ക ഡ്രോയിങ്സും ചിലതൊക്കെ ഞാൻ വരച്ച് പോകുന്നുണ്ട്. അപ്പം ഈ ലൂണ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് കമൻറ്റ് ചെയ്ത ഡ്രോയിങ് ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യൂവേഴ്സിന് നോക്കി കഴിയുമ്പോഴത്തേക്കും തീരെ ഡൗൺ ആണ്. അപ്പം നമ്മൾ ചില ഡ്രോയിങ്സൊക്കെ സത്യം പറഞ്ഞാൽ ഒഴിവാക്കി വിടുന്നത് ഈ കാരണത്തിലാണ്. കാരണം നമുക്കത് ചെയ്ത് കഴിഞ്ഞാലും വ്യൂവേഴ്സൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ചില ഡ്രോയിങ്സൊക്കെ നമ്മൾ വിട്ട് കളയുന്നത്. എന്നാലും ഒട്ടുമിക്ക ഡ്രോയിങ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ചെയ്ത് പോകാറുണ്ട്. പക്ഷേ അതിനൊന്നും തീരെ റീച്ച് ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു മടുപ്പ് തോന്നും. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ ഡ്രോയിങ്സും ചെയ്തിട്ട് യൂട്യൂബിലേക്ക് ഇടുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഇതിൻ്റെ റീച്ച് ഈ രീതിയിലാകുമ്പം എന്താ പറയുക, നമുക്ക് പിന്നീട് ഡ്രോയിങ്സ് ചെയ്യാനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താ പറയുക, നിങ്ങളൊക്കെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഡ്രോയിങ്സ് ഈ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ.